എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ ജിസേലിൻ്റെ മമ്മി വന്നിട്ടുണ്ട്. ജിസേലിൻ്റെ മമ്മി വന്നിട്ട് വീട്ടിലെ എല്ലാവർക്കും ഓരോ ഹിൻറ്റുകളൊക്കെ കൊടുക്കുന്നുണ്ട്. ജിസേലിൻ്റെ മമ്മി എല്ലാവരോടും വളരെ സ്നേഹത്തോടു കൂടിയും എന്നാൽ ആവശ്യത്തിന് മാത്രം ഷുഗർ കോട്ടിങ്ങിലോടുകൂടിയാണ് പുള്ളിക്കാരത്തി സംസാരിക്കുന്നത്. ആരോടും എന്താണ് തേനേ ചക്കരയെന്നൊന്നും പറഞ്ഞൊന്നും ഉള്ള സംസാരമൊന്നുമില്ല. എല്ലാവരോടും നേരെ വാ നേരെ പോ. അനുമോളെയാണേൽ വളരെ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. അനുമോളെ ഹഗ് ചെയ്യുകയും കിസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് നമ്മുടെ ജിസേലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വല്ലാത്ത കഷ്ടമാണ്. മമ്മിയെ കണ്ട സമയം തൊട്ടേ ജിസേൽ മേക്കപ്പ് സാധനങ്ങൾക്ക് വേണ്ടിയുള്ള സംസാരമാണ്. കലവില എന്ന് പറഞ്ഞിട്ട് മമ്മി എനിക്ക് മേക്കപ്പ് സാധനങ്ങൾ കൊണ്ടുവന്നോ, കോഫി പൗഡർ കൊണ്ടുവന്നോ, എനിക്ക് ഷുഗർ കോട്ടിങ് ആയിട്ടുള്ള സാധനങ്ങളൊന്നും ഞാൻ യൂസ് ചെയ്യില്ലെന്ന് അറിയില്ലേ, അതുകൊണ്ട് എനിക്ക് പനീറൊക്കെ കൊണ്ടുവന്നു എന്നൊക്കെയാണ് പുള്ളിക്കാരത്തി ചോദിക്കുന്നത്. അപ്പോൾ മമ്മിക്ക് ഇതൊന്നും അല്ല ശ്രദ്ധ. മമ്മി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ജിസേലെ നിൻ്റെ ഗെയിം ഏത് രീതിയിൽ പോവുകയാണെന്ന് നിനക്കറിയാമോ? നിൻ്റെ ഗെയിം ശരിയല്ല. നീ ഇനി ഒരുപാട് മേലോട്ട് കയറി വരാനുണ്ട്, അല്ലെങ്കിൽ നീ പെട്ടെന്ന് ഔട്ടായി പുറത്തേക്ക് പോവേണ്ടി വരും എന്നൊക്കെ മമ്മി പറയുന്നെങ്കിലും ജിസേലിന് അപ്പോഴും പറയാനുള്ള മേക്കപ്പ് സാധനങ്ങളെ കുറിച്ചിട്ട് മാത്രമാണ്. എന്നിട്ട് മമ്മിയോട് ചോദിക്കണം, മമ്മി ഇതെന്താ മമ്മി ഒരുങ്ങിയത് കൊള്ളില്ല, മമ്മി എന്താ മമ്മി നന്നായിട്ട് ഒരുങ്ങാഞ്ഞത്, മമ്മി ഒരുങ്ങിയിട്ടില്ലല്ലോ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ എന്നിട്ട് നമ്മുടെ ജിസേലിൻ്റെ മമ്മി ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ, നീ എന്താ ടാസ്കുകളൊക്കെ നേരെ ചൊവ്വേ ചെയ്യാത്തത്, നീ എന്താ ഇവിടെ ബിഗ് ബോസിനുള്ളിൽ തുണി കഴുകാൻ വേണ്ടി വന്നതാണോ എന്നൊക്കെ ചോദിക്കുകയാണ് ജിസേലിൻ്റെ മമ്മി. എന്നിട്ട് നീ ഗെയിമിനെ ശ്രദ്ധിക്കുക, ബാക്കി കാര്യങ്ങളൊക്കെ മേക്കപ്പും കാര്യങ്ങളൊക്കെ പിന്നെയല്ലേ, ഗെയിമിനെ ശ്രദ്ധിക്കുന്ന മമ്മി പറയുന്നുണ്ട്. എന്നിട്ട് മമ്മി ചോദിക്കുന്നുണ്ട്, നിനക്കെന്താ ടോപ്പ് 3 വരണ്ടേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ മമ്മി പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാനിപ്പോൾ കേരളത്തിലാണുള്ളത് പിന്നെ എന്ന് പറയുമ്പോൾ തന്നെ ജിസേൽ പറയുന്നുണ്ട്, വേണ്ട മമ്മി കേരളത്തിൽ നിൽക്കണ്ട, മമ്മി ബോംബെക്ക് പോവും, അവിടെ ആകുമ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന മേക്കപ്പ് പ്രോഡക്റ്റ്സ് ഒക്കെ കിട്ടും എന്നും പറഞ്ഞിട്ട് പുള്ളിക്കാരത്തി ഇങ്ങനെ കിടന്ന് കൊച്ചു കുട്ടികളെ പോലെ കിടന്ന് ഇങ്ങനെ വാശി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മമ്മിയാണെങ്കിൽ പറയുന്നുണ്ട്, ആവശ്യത്തിന് ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ ജിസേലിൻ്റെ മമ്മി ചോദിക്കുകയാണ്, നിൻ്റെ വല്ല കാര്യങ്ങളും നീ ശ്രദ്ധിക്കുന്നുണ്ടോ? ഇപ്പോൾ നിൻ്റെ ബ്രഷൊക്കെ ആരാണ് യൂസ് ചെയ്യുന്നതെന്നും അല്ലത് നിനക്കറിയാമോ? അപ്പോൾ ഉടനെ ജിസേൽ പറയണേ, നെവിനാണോ മമ്മി? നെവിനൊന്നും അല്ല, ആര്യനായിരിക്കും, അതായിരിക്കും മമ്മി പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഉടനെ തന്നെ ജിസേലിൻ്റെ ഗെയിം എങ്ങനെയാണ് ജിസേലിൻ്റെ ഗെയിം പോകുന്നത്, പുറത്ത് ജിസേലിന് ആരാധകരുണ്ടോ, ഇതൊന്നും ജിസേലിന് അറിയേ വേണ്ട. ജിസേൽ അപ്പോഴും മമ്മിയോട് ചോദിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, മമ്മി എന്നെ കാണാൻ ലുക്കാണോ മമ്മി, എന്നെ ടി വിയിലൂടെ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടോ എന്നൊക്കെയാണ് ജിസേൽ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. മമ്മി എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിൻ്റെ ബെഡൊക്കെ എന്താടി ഇങ്ങനെ വലിച്ചു വാരിയിട്ടിരിക്കുന്നത്, നോക്കൂ ചുറ്റുവട്ടത്തുള്ള എല്ലാ ബെഡുകളും നല്ല ഭംഗിയായിട്ട് അടുക്കും ചിട്ടോട് കൂടി ഇട്ടിരിക്കുന്നല്ലോ, നിനക്ക് മാത്രം എന്താ ഇതിങ്ങനെ, നിനക്ക് ഇത്തിരി വൃത്തിയായിട്ടൊക്കെ വെച്ചൂടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ജിസേൽ അതൊന്നും അല്ല, ജിസേൽ അപ്പോഴും മേക്കപ്പ് സാധനങ്ങളെ കുറിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. പിന്നീട് ജിസേലിന് മമ്മിയോട് ഒരു പരാതിയുണ്ട്, ആര്യനെ മൈൻഡ് ചെയ്തില്ല, ആര്യനോട് മിണ്ടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ജിസേൽ കംപ്ലൈൻറ്റ് പറയുന്നുണ്ട്. അപ്പോൾ മമ്മി പറയുന്നു, ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു എന്ന് പറഞ്ഞ് മമ്മി അങ്ങ് ഒഴിവാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ മേക്കപ്പ് സാധനങ്ങൾ, എൻ്റെ ഹെയർ എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരത്തി ഇത് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ജിസേലിൻ്റെ മമ്മി പറയുന്നുണ്ട്, ജിസേൽ ഗെയിമിൽ ഒരുപാട് താഴേക്ക് പോവുകയാണ്, ഇങ്ങനെ നിന്നാൽ ശരിയാവില്ല, ടോപ്പ് 3 വരണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് ജിസേലിൻ്റെ മമ്മി നല്ല രീതിക്ക് ജിസേലിനെ ബൂസ്റ്റപ്പ് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. പക്ഷേ പുള്ളിക്കാരത്തി ഒരു രക്ഷയില്ല. പുള്ളിക്കാരത്തിക്ക് മേക്കപ്പ് എന്ന് പറയുന്ന ഒരു ചിന്ത മാത്രമേ ഉള്ളൂ, അതിനുമേൽ അപ്പുറത്തേക്ക് ഒന്നും ജിസേൽ ചിന്തിക്കുന്നില്ല എന്ന് പറയുമ്പോൾ വളരെ ബാലിശമായിട്ട് തോന്നുന്നു. കാരണം ഇത്രയും നാളും ബിഗ് ബോസിനുള്ളിൽ നിന്നിട്ട് പുള്ളിക്കാരത്തിക്ക് ബിഗ് ബോസ് എന്താണെന്ന് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ ആ ഒരു ഗെയിമിനനുസരിച്ച് പോകാനോ അല്ല താല്പര്യം. മേക്കപ്പ്, പുള്ളിക്കാരത്തിക്ക് ഇഷ്ടപ്പെട്ട ഫുഡ്, ഞാൻ വെജിറ്റേറിയൻ മാത്രമാണ് കഴിക്കുന്നത്, മമ്മി എനിക്ക് പനീർ കൊണ്ടുവന്നോ ബട്ടർ കൊണ്ടുവന്നോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജിസയിൽ. അപ്പോൾ എന്തായാലും ഈ ലൈവ് കണ്ട ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഇട്ടേക്കണേ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ.